അതെ, ഇന്ന് നമ്മൾക്കൊരു കൂന്തൽ നിറച്ചുണ്ടാക്കിയാലോ. അപ്പോൾ ചെറിയ കൂന്തൽ കിട്ടിയിട്ടോ, അത് ഞാനിതാ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്കുള്ള മസാലയാണ് നമുക്ക് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കൂന്തൽ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ് വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം വറ്റി ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ മസാല റെഡി ആട്ടോ. ഇനി ഒരു കൂന്തൽ എടുക്കുക, അതിൻ്റെ ഉൾഭാഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മസാല പകുതി വരെ നിറച്ച് കൊടുക്കുക. മേൽഭാഗം വരെ നിറയ്ക്കരുതേ, പകുതി വരെ നിറച്ചാൽ മതി. ഇനി ഇത് നമുക്ക് മുകൾ ഭാഗം ഒന്ന് അടയ്ക്കണ്ടേ, അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ടൂത്ത് പിക്കാട്ടോ. ടൂത്ത് പിക്ക് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇറുക്കളാറ്റം മതി കേട്ടോ. അതിൽ ഇതേപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ മസാലയൊന്നും പുറത്തേക്ക് വരില്ല കേട്ടോ. അങ്ങനെ ഇതേപോലെ ഞാൻ 5 എണ്ണമാണ് എടുത്തിട്ടുള്ള കൂന്തൽ. ആ 5 എണ്ണത്തിൽ ഇതേപോലെ അങ്ങ് മസാലയൊക്കെ നിറച്ച് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കൂന്തലിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വയ്ക്കുക, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, ഒരു ടീസ്പൂൺ മുളക് പൊടിയും, ടീസ്പൂൺ മീറ്റ് മസാലയും, പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കൂന്തളൊക്കെ വെച്ച് കൊടുക്കുക. ഇനി കൂന്തൾ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. കൂന്തൽ അധികം വേവിക്കരുത്, റബ്ബർ പോലെ ആയി പോകും. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ നല്ലോണം വറ്റി വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഒരു തവണ നിങ്ങൾ കൂന്തൽ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാട്ടോ.